കാലമർത്തി വെക്കണ്ട, തോളിൽ പിടിച്ചോളൂ. എന്തിനാ ആ വഴിയെ നടന്നത്? രാത്രി മുഴുവൻ വള്ളിയമ്പല് തൂങ്ങിയിരുന്നോ? ഒച്ചയിട്ടാ കൂടി ആരും കേക്കില്ല. ഇന്നലെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ വന്നു. അരി ഒടുങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ കൊച്ചുകുട്ടി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിലെ സെക്രട്ടറിക്ക് എന്നെ വലിയ കാര്യമാണ്. ഇനി അധികാരിയെ കണ്ട് നികുതി അടച്ച രസീതും കൂടെ വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ പണി തീർന്നില്ലേ? ഇതും വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, ഇപ്പൊ കണ്ടില്ലേ? ഇനി നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ കൂടെ ഒന്ന് കയറിയിട്ട് പോവാം. എന്തിനാ? ആ ഏഴൻ ഷേബിള് നമ്മുടെ സ്വന്തം ആളാ, ഒന്ന് കയറിയിട്ട് പോവാം. എല്ലാവരെയും നിനക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ ഒരു സാധനം കൂടി വാങ്ങാനുണ്ട്, നാനോട്ടും കയറിയിട്ട് വരും. ആ എന്നാ ചെന്നിട്ട് വാ. ചൂട് അധികമുണ്ടോ? നിന്റെ മുക്കലും മൂളലും കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വേണ്ടി മനോല്ലാ മനസ്സോടുകൂടി ചെയ്യണ പോലെ ഉണ്ട്. സ്ഥലം വാങ്ങിയത് വിഡ്ഢിത്തായും തോന്നുന്നുണ്ടോ? രാഘവ, അതല്ല. വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ, കൊടുത്ത വിലയിൽ 100 200 ലാഭം വെച്ചെന്ന് ഞാൻ എടുത്തോളാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ പറ്റിയേ? കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ, കാര്യായിട്ടൊന്നും പറ്റിയില്ല. ഇതാ നോക്കൂ, ആരാ വന്നിരിക്കണേ നോക്കൂ. അച്ഛാ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വള്ളിയമ്പല് തങ്ങിയിരുന്നു. ഞാൻ പൈക്കുട്ടി തെളിക്കുമ്പോഴാ കണ്ടത്. ആട്ടുംകൊല്ലി എന്ന് പേര് വന്നത് എങ്ങനെയെന്നറിയാമോ? ഇരളന്മാര് മുമ്പ് കാട്ടാടിനെ പായിപ്പിച്ച് ചാടിക്കും. താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും. ദൈവാധീനം, ആ വഴിക്ക് ആരെങ്കിലും നടക്കുവോ ബാല? പോട്ടെ, വലിയ അപകടമൊന്നും പറ്റിയില്ലല്ലോ, സമാധാനം. അങ്ങനെ എളുപ്പം ചാവില്ല. അസൽ പനിയുണ്ടല്ലോ, നോക്കട്ടെ. പടം തിരിഞ്ഞതാ, എല്ലിനൊന്നും പറ്റിയിട്ടൊന്നും തോന്നില്ല. അവിടെ കിടത്താം. വേണ്ട വേണ്ട വേണ്ട. എന്തിനാ അത്? ഇവിടെ കിടക്കട്ടെ, വയ്യാത്തോടത്ത് അനക്കണ്ട. പനിയുള്ളപ്പോ കഞ്ഞി മതി, കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേറ്റിരുന്നോളൂ, വയ്യ എണീക്കാൻ. അച്ഛനാ കോഴിക്കോടൊന്ന് ശരിയാക്കോ, ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും, അത്രേ ഉള്ളൂ. കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്, അല്ലേ?
നീ അത് ചെയ്യില്ല എന്നറിയാം. ഉശിരി വിട്ടുള്ള കളിയില്ലല്ലോ എന്നും. നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു. പോയില്ലേ? എന്തിന്? എന്റെ എല്ലാം ഇവിടല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ എന്നാവും. അമ്പലത്തിലെത്തിയ ചൂതുവെട്ടില്ലെന്ന് പറയില്ലേ? കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ തൽക്കാലം അതുപോലെന്ന് വെച്ചു. ധൈര്യമായി കിടന്നു. ഒരു സന്ധി. നീ ഒന്നും ഇവിടെ മിണ്ടില്ല എന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനും ഒന്നും ചെയ്യില്ല. അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാ തെണ്ടി തിരിഞ്ഞു വന്നാൻ പറയുന്ന കള്ളക്കഥ. അല്ലാതെന്ത്? സമ്മതിച്ചോ ഞാൻ പറഞ്ഞത്? വലിക്കാണ് ആനങ്ങോട്ട് വലിയാന്. ആ നീ വലിക്കാന്. നീ വലിയാന്. നീ വലിക്ക പിടിയാ. റെഡി പ്ലീസ്. സ്മൈൽ. വിളിക്കടാ. സ്മൈൽ. സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിക്കാണ്ട ഇങ്ങനെ. ഹായ്, നേരെ നില്ലാനേ. മൂപ്പര് നല്ല കളിയിലാ. ആ ബാല, നീ ലോറി എടുക്കുന്ന കാര്യം എന്തായി? കൊറേ കാശ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ബാലൻ ലോറി നടക്കുന്ന കാണാം. തന്നോട് ആര് പറഞ്ഞു? ആനക്കാരൊക്കെ പറയണ കേട്ടു. പിന്നെ കൂപ്പിലെ ആൾക്കാരും പറഞ്ഞു. കള്ളക്കളിയാ ഈ പരിപാടി. ഇവിടെ പറ്റത്തില്ല. എന്താ വിളിക്കുന്നത്? ഒരു കൈ നമ്മൾ ശരിക്ക് വറുത്തു. അത് തന്നെ. ഇതകത്ത് പോണതും വരണതും ഇവറ്റുകൾ കാണില്ല. അതൊരു നാക്ക്. നിന്റെ എല്ലിപ്പൊ വെള്ളായനെ. എന്റെ തൂവാലയും പോയി.